ഫ്ലാഗ് ഓഫ് അല്പസമയത്തിനകം തന്നെ നടക്കുന്നതായിരിക്കും. അവിടുത്തെ ആവേശമൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് അല്പസമയം മുമ്പ് ഹിമയും ലിഷോയും അക്ഷയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പട്ടരായ്ക്കൽ ദേശം എത്തുന്നതോടു കൂടിയായിരിക്കും ഫ്ലാഗ് ഓഫ് ഉണ്ടാവുക. അത് അല്പസമയത്തിനകം തന്നെ നടക്കുന്നതായിരിക്കും. അരുൺ അമൃതനാഥും കൂടി ചേരുന്നുണ്ട്. വിയൂർ ദേശത്തിനൊപ്പം നിന്ന് തകർക്കുകയായിരുന്നു അരുൺ. ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ഫ്ലാഗ് ഓഫ്. പക്ഷേ ഫ്ലാഗ് ഓഫ് എന്നൊക്കെ പറയാനൊന്നുമില്ല, അത് കഴിഞ്ഞുള്ള ആവേശമൊന്നും അല്ല, ഇപ്പോഴേ അങ്ങ് ആവേശമാണ്. അതിനൊപ്പം നീ നിന്ന് തകർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൗണ്ടിൽ എത്തിയതിൽ പിന്നെയുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? ആവേശത്തിന് ഒരു കുറവും അല്ലെങ്കിലും വരുത്തില്ല പുലികൾ എന്ന് തന്നെയാണ് രാവിലെ തൊട്ടേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവേശം കുറയ്ക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ കൂടെ അങ്ങ് നമ്മളായിപ്പോയി പൂജ. അത്തരത്തിലുള്ള ഒരു ആവേശം തന്നെയാണ് ഈ വിയൂർ ദേശം തുടക്കം തൊട്ടേ. ഞാൻ ഇവരുടെ കൂടെയായിരുന്നു രാവിലെ മുതൽ തന്നെ, അതുകൊണ്ടാണ് അവരുടെ ഒരു എനർജിയെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നത്. എല്ലാ പുലികളും തൃശ്ശൂരിന്റെ പുലികളാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവരെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ആളായി അങ്ങ് കൂടി എന്നുള്ളതാണ് അതിന്റെ സത്യം. എന്തായാലും ഇപ്പൊ പുലികളവനെ അണി നിരന്ന് നിൽക്കുന്നുണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഒരു പുലി നമ്മൾ എങ്ങനെ നോക്കുന്നുണ്ട്. രാവിലെ തൊട്ടേ നമ്മൾ പാട്ട് പാടാൻ പറഞ്ഞു ഈ പുലി നമ്മൾ പിന്നാലെ കൂടിയായിരുന്നു. എന്തായാലും ഇനി പാടാൻ പറയുന്നില്ല, അണി നിരന്ന് കഴിഞ്ഞു നമ്മള് തകർക്കല്ലേ, ഇനി പെടയ്ക്കാൻ തുടങ്ങി. ഇനി പാട്ടൊക്കെ കഴിഞ്ഞ് ഇനി പെടയ്ക്കാൻ പോവാണ്. ആ ലൈനപ്പ് കാണുമ്പോ തന്നെ നമുക്ക് ആവേശം വരുന്നുണ്ട് പൂജ. ഫുള്ള് തകർത്ത് ഇങ്ങനെ കൊണ്ടുപോയിരിക്കും. ഞങ്ങള് തകർക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ്, കപ്പും കൊണ്ടേ പോവുള്ളൂ. അത് ഉറപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെ തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി ബാക്കിയൊക്കെ റൗണ്ടിൽ കാണാം. അതിന് അല്പസമയം മാത്രം മതി. റൗണ്ടിൽ തകർക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ തുള്ളി പോവുക ചെയ്യും നമ്മൾ. അത് ഇവരുടെ ഓരോ ആവേശത്തിലും നമ്മളും കൂടെ ചുവട് വെച്ച് പോവുകയാണ്. ചെണ്ടക്കാരൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. ഒരു കൊട്ടി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇവരുടെ ഒത്തിണക്കത്തോടെയുള്ള ചുവട് എന്തായാലും കാണാൻ സാധിക്കും. ഒരേ ഒരു ആവേശം തുടക്കം മുതലേ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ചെണ്ടക്കാരോടും കൂടെ അവർ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ചെണ്ടക്കാരാണ് എല്ലാ ആവേശവും നൽകുന്ന ആൾക്കാർ. എന്താണ് ഈ നമ്മളെ പുലികളൊക്കെ തയ്യാറാണ്. എന്താ കൊട്ട് തുടങ്ങണം? കൊട്ട് തുടങ്ങാൻ പോവാണ്. ഞാനാണ് ഇതിന്റെ അമരക്കാരൻ. ഇവിടെ ഞങ്ങൾ ശ്രീദുർഗ എന്ന് പറയുന്ന ടീമാണ് ഞങ്ങളിവിടെ അണിനിരന്നിരിക്കുന്നത്. ഞാൻ 25ാമത്തെ വർഷമാണ്. ഇപ്പൊ പല വിവിധ ടീമുകൾക്കായിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 25ാമത്തെ വർഷമാണ് ഞാനിത് ഇവിടെ ഈ മേളത്തിൽ പങ്കെടുക്കുന്നത്. പല വിധത്തിലും സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ മാത്രമല്ല, ഈ പുലിക്കളി എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു ആവേശമാണ്. മാത്രമല്ല തൃശ്ശൂർ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു ആവേശം എന്ന് പറയുന്നത് ഈ പുലിക്കളിയാണ്. പുലികളെ എനർജി എങ്ങനെയുണ്ട്? പുലികളൊക്കെ നല്ല എനർജി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ പുലി വേഷം ഇടുന്നതിൽ ഒരു മത്സര ബുദ്ധിയോട് കൂടി മാത്രമല്ല, അവരുടെ ഒരു ആവേശമുണ്ട്. തൃശ്ശൂർക്കാരുടെ ആവേശം, അതെ ആവേശമാണ് അവരുടെ ഉള്ളിലുള്ളത്. അവര് പെടക്കണം എന്ന് പറഞ്ഞോണ്ട് ഒരു കൊട്ട് കൊട്ടിട്ട് പറയാം, അടിച്ചൊക്കെ പൊളിക്കാന്ന് പറയാം. ഒരു കൊട്ട് കൊട്ടിയ തകർത്ത് കാണാൻ പോകുന്ന പൂരത്തിന്റെ സാമ്പിളായി പല ഘട്ടത്തിലായി നമുക്ക് പീസായി കിട്ടുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഹോൾസെയിലായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. ഈ വഴിയോരത്ത് കാണുന്ന ഈ ആളുകളെ തന്നെ പോരെ, ഈ ആളുകളുടെ ആവേശം തന്നെ പോരെ. ആ കൈ കാണിക്കുന്ന ചേച്ചിമാരെ തന്നെ കണ്ടില്ലേ, ചേട്ടന്മാരെ കണ്ടില്ലേ, കുട്ടികളെ കണ്ടില്ലേ. ഇതാണ് തൃശ്ശൂരിന്റെ ആവേശം. കാലാകാലങ്ങളായി അവർ കാത്തിരുന്ന് ഇത്രയും ദിവസത്തെ അവരുടെ ഒരു പ്രയത്നമാണ്, അവരുടെ ഒരു ത്യാഗമാണ്. അതിനൊടുവിലാണ് ഈ പുലികൾ എത്തുന്നത്. ഒപ്പം തന്നെ അതിന് കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ചെണ്ടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ വഴിയിൽ കൂടി നിൽക്കുന്ന ആളുകൾ, ആ ചേച്ചിമാരൊക്കെ എത്ര ഉത്സാഹത്തോടെയാണ് ഇതിനൊക്കെ ആയിട്ട് വന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പുലിക്കളി കാണാൻ ഇങ്ങനെ നീണ്ടവർ എല്ലാ കൊല്ലം പതിവാണല്ലോ അല്ലേ?
എന്താ ഭയങ്കര ഉത്സാഹമാണ് നാട്ടുകാർ. നിങ്ങളെ നാട്ടുകാർ തന്നെയാണ് ഈ പുലികൾ എനർജി. അതെ അതെ. എന്താണ് പുലിക്കളിയെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരുമ്പോൾ എന്താ പറയുക? തൃശ്ശൂരായിട്ട് എങ്ങനെ അതേ അതേന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പറ അങ്ങോട്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ഭംഗി തന്നെ. അതെ, തൃശ്ശൂരിന്റെ ചേല അത്. അങ്ങനെ തൃശ്ശൂർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാർക്കിടയിലൂടെ ഒക്കെ നമ്മൾ നടന്നു നീങ്ങി പുലികളൊക്കെ അവർക്ക് പറയാനുള്ളതും പാടിയതും ഒക്കെ കണ്ടു പൂജ. ഇനി നമുക്ക് എന്തായാലും റൗണ്ടിൽ കാണാം എന്നുള്ളത് ശരിയാണ്. ഇനി നമുക്ക് എല്ലാം റൗണ്ടിൽ തന്നെ കാണാം. കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് തുടങ്ങാൻ അല്പ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കാഴ്ചകൾ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല.